ഗണ്യമായ നിക്ഷേപം ആവശ്യമായതിനാൽ സ്ഥാവര വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള തീരുമാനം ഏതൊരു വ്യക്തിക്കും നിർണായകമാണ്. അതിനാൽ വസ്തുക്കൾ വാങ്ങുന്നതിന് മുന്നേ കഴിയാവുന്ന സാമ്പത്തിക നേട്ടം ലഭിക്കുന്നതിനുള്ള നാനാവശങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. വസ്തു വാങ്ങാൻ ഒരുങ്ങുന്ന വ്യക്തി വിവാഹിതനാണെങ്കിൽ സ്വന്തം പേരിൽ വേണമോ നിക്ഷേപം, അതോ ഭാര്യയെ കൂടി സഹ ഉടമയാക്കിയാണോ വാങ്ങേണ്ടതെന്നും പരിഗണിക്കുക. വിവാഹിതനായ വ്യക്തിയാണ് നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നതെങ്കിൽ വസ്തു വാങ്ങുമ്പോൾ ഭാര്യയെ കൂടി സഹ ഉടമയാക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട 5 പ്രധാന ഘടകങ്ങൾ നോക്കാം. ആദ്യം, സഹ ഉടമകളുടെ വിഹിതം. ഒരു വസ്തു ഭാര്യയുമായി ചേർന്ന് വാങ്ങുമ്പോൾ ഏറ്റവും നിർണായകമായത് അതിൻ്റെ ഉടമസ്ഥാവകാശം നിങ്ങൾ തമ്മിൽ എങ്ങനെ വീതിക്കുമെന്നുള്ളതാണ്. വസ്തുവിൻ്റെ രജിസ്റ്റർ ചെയ്യുന്ന വിൽപ്പന കരാറിൽ ഇരുവരുടെയും ഉടമസ്ഥാവകാശത്തിലെ വിഹിതത്തെക്കുറിച്ച് നിയതമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകണമെന്നില്ല. പൊതുവെ 50% വീതത്തിലായിരിക്കും ഉടമസ്ഥാവകാശം കൽപ്പിക്കപ്പെടുക. അതേസമയം വസ്തുവിൻ്റെ ഓഹരി വീതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദമ്പതികൾക്ക് 2 പേർക്ക് നികുതി ബാധ്യത വന്നു ചേരാമെന്നതും ശ്രദ്ധിക്കുക. സ്റ്റാമ്പ് ഡ്യൂട്ടി ആനുകൂല്യം. സ്ഥാവര വസ്തുക്കൾ വാങ്ങുമ്പോൾ വാങ്ങുന്നയാൾക്ക് അനുകൂലമായി വിൽപ്പന നടത്തുന്നയാൾ വസ്തുക്കളുടെ വിൽപ്പന രേഖ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന് സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടതുണ്ട്. സാമൂഹികമായ ഉന്നമനത്തിന് വേണ്ടി മിക്ക സംസ്ഥാന സർക്കാരുകളും വനിതകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ആനുകൂല്യം വാഗ്ദാനം ചെയ്യുന്നു. അതിനാൽ വസ്തു വാങ്ങുമ്പോൾ സഹോടമയായി ഭാര്യയെ കൂടി പരിഗണിക്കുന്നത് മുദ്രപത്രത്തിനായി ചെലവിടേണ്ട തുകയിൽ കുറവ് വരുത്തുന്നതാണ്. വായ്പാ യോഗ്യത വർദ്ധിപ്പിക്കും. ഭൂമിയും മറ്റും വാങ്ങുന്നതിനായി വലിയ തുകയുടെ ഒരു ഭാഗം വായ്പയിലൂടെ കണ്ടെത്താനായിരിക്കും മിക്കവരും ശ്രമിക്കുക. ഇത്തരത്തിൽ ലോണിനായി ധനകാര്യ സ്ഥാപനങ്ങളെയും ബാങ്കിനെയുമൊക്കെ സമീപിക്കുമ്പോൾ വരുമാനമുള്ള ഭാര്യയെ കൂടി ഉൾപ്പെടുത്തുന്നത് വായ്പാ യോഗ്യത വർദ്ധിപ്പിക്കുന്നതിനും ഉയർന്ന തുക നേടാനും സഹായിക്കും. അതിനാൽ വരുമാനം സമ്പാദിക്കുന്ന ദമ്പതികൾ സംയുക്തമായി വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് ഗുണകരമായ നീക്കമാകും. പലിശ നിരക്കിൽ ആനുകൂല്യം. വനിതകൾക്ക് നൽകിയ വായ്പകളേക്കാൾ പുരുഷന്മാർക്ക് വിതരണം ചെയ്ത വായ്പകളിലാണ് കിട്ടാക്കടം കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് നിഗമനം. അതിനാൽ ഭൂരിഭാഗം വായ്പാ സേവനദാതാക്കളും സ്ത്രീകൾക്ക് കൂടി പങ്കാളിത്തമുള്ള ലോൺ അപേക്ഷകൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നതായി കാണപ്പെടുന്നു. ഒരേ ധനകാര്യ സ്ഥാപനത്തിന് കീഴിൽ പോലും പുരുഷ അപേക്ഷകനേക്കാൾ മികച്ച വ്യവസ്ഥകളും കുറഞ്ഞ പലിശ നിരക്കും സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്യുന്നതായും കാണാം. അതിനാൽ ഭാര്യയെ കൂടി ഭവന വായ്പകളിൽ സഹ അപേക്ഷകരാക്കുന്നത് EMI തുക ലഘൂകരിക്കുന്നതിനും പലിശ ഇനത്തിൽ ലാഭം നേടുന്നതിനും സഹായകരമാകും. നികുതി നേട്ടം. ഇന്ത്യൻ ആദായ നികുതി നിയമത്തിൽ ഭവന വായ്പ എടുത്തിട്ടുള്ളവർക്ക് മുതലിലേക്കും പലിശയിലേക്കുമുള്ള തിരിച്ചടവിൽ നികുതി ആനുകൂല്യം നൽകുന്നുണ്ട്. വകുപ്പ് 80C പ്രകാരം പരമാവധി 1 ലക്ഷം രൂപ വരെ വായ്പയുടെ മുതൽ തുകയിലേക്കുള്ള തിരിച്ചടവിലും രജിസ്ട്രേഷനും സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജുകൾക്കും നികുതി ഇളവ് അനുവദിച്ചിട്ടുണ്ട്. സമാനമായി 24-ാം ചട്ടത്തിൻ്റെ ഉപവകുപ്പ് B പ്രകാരം ഭവന വായ്പയിന്മേലുള്ള പലിശയുടെ തിരിച്ചടവിൽ പരമാവധി 2 ലക്ഷം രൂപ വരെ നികുതി ആനുകൂല്യം അനുവദിക്കുന്നു. അതേപോലെ ഭർത്താവ് പണം മുടക്കി ഭാര്യയുടെ പേരിൽ വാങ്ങിയ വീട് വാടകയ്ക്ക് നൽകിയാൽ ലഭിക്കുന്ന വരുമാനത്തിന് ഭാര്യയ്ക്ക് സ്വന്തം നിലയിലുള്ള മറ്റു വരുമാനങ്ങൾ ഇല്ലെങ്കിൽ ഭർത്താവിനായിരിക്കും നികുതി ബാധ്യത. വീട് വാങ്ങിയതിൽ ഭാര്യയുടെ സംഭാവന ഇല്ലെങ്കിൽ വീട് ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയാലും അതിൽ നിന്ന് ലഭിക്കുന്ന വാടക ഭർത്താവിൻ്റെ വരുമാനം കണക്കാക്കി അദ്ദേഹത്തിൻ്റെ നികുതി സ്ലാബിന് വിധേയമായി നികുതി നൽകേണ്ടി വരും. എന്നാൽ ഭാര്യയ്ക്ക് സ്വന്തം നിലയിൽ വരുമാനവും വീട് വാങ്ങുന്നതിനെ പണം മുടക്കിയിട്ടുമുണ്ടെങ്കിൽ വാടകയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം 2 പേർക്കും വീതിക്കുകയും നികുതി ബാധ്യത കുറയുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഈ ടീമിലുള്ള ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.